Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു theorem ആണ്. Theorem 5.5. Statement: Let X be a normed space. The following conditions are equivalent. First one, every closed and bounded subset of X is compact. Second one, the subset X belongs to X. Norm X less than or equal to 1 of X is compact. Then third one, X is finite dimensional. Equivalent solution ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഫസ്റ്റ് വൺ അസ്യൂം ചെയ്യും, സെക്കൻഡ് വൺ പ്രൂവ് ചെയ്യും, സെക്കൻഡ് വൺ അസ്യൂം ചെയ്യും, തേർഡ് വൺ പ്രൂവ് ചെയ്യും, തേർഡ് വൺ അസ്യൂം ചെയ്യും, ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം പ്രൂഫ്. നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തു every closed and bounded subset of X is compact. Okay. Second one നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ സബ്സെറ്റ് എടുത്തു, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്, നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമുക്കറിയാം ഈ സെറ്റ് ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡ് ആണ്. സോ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് every closed and bounded subset of X is compact. So the set is compact. ഇനി നമ്മൾ സെക്കൻഡ് വൺ അസ്യൂം ചെയ്യും, തേർഡ് വൺ പ്രൂവ് ചെയ്യണം. ഓക്കെ, സപ്പോസ് നൗ ദാറ്റ് second condition hold. Let if possible Z1, Z2, etc. be an infinite linearly independent subset of X. And consider Zn equal to span of set Z1, Z2, etc. Zn n equal to 1, 2, 3, etc. Okay. Well, X in the infinite linearly independent subset ആണ് Z1, Z2, etc. അതിൽ n elements in the span വെച്ച് നമ്മൾ ഒരു സെറ്റ് ഉണ്ടാക്കി Zn. അതൊരു സബ്സ്പേസ് ആണ്, ക്ലോസ്ഡ് സബ്സ്പേസ് ആണ്. നമ്മൾ അതിനെ Zn ഈക്വൽ ടു സ്പാൻ ഓഫ് Z1, Z2, etc. Zn എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇത് ഫൈനൈറ്റ് ഡയമെൻഷൻ ആണ്. ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ നമുക്കതറിയാം, അത് കംപ്ലീറ്റ് ആണ്, ക്ലോസ്ഡ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, ബീങ് ഫൈനൈറ്റ് ഡയമെൻഷണൽ Zn is a closed subspace of Zn plus 1. Zn plus 1 എന്ന് പറയുമ്പോൾ Zn plus 1 is a closed subspace with Zn plus 1 equal to span of Z1, Z2, etc. Zn plus 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം Zn not equal to Zn plus 1 ആണ്. Then Zn എന്ന് പറയുന്നത് Zn plus 1ന്റെ ഒരു പ്രോപ്പർ സബ്സ്പേസ് ആണ്. ഓക്കെ, വ്യക്തമാണ്. Zn കൂടെ ഒരു Zn plus 1 എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡന്റ് എലമെന്റിനെയും കൂടെ ചേർക്കുമ്പോഴാണ് Zn plus 1 കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം ക്ലോസ്ഡ് സബ്സ്പേസ് നമുക്ക് Zn plus 1ൽ Zn ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലേക്ക് റേസ് ലെമ്മ അപ്ലൈ ചെയ്താൽ നമുക്കൊരു Xn belongs to Zn plus 1 such that norm xn equal to 1 and dist xn Zn greater than or equal to 1/2 എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതിലേക്ക് റേസ് ലെമ്മ അപ്ലൈ ചെയ്തു. Zn ഇല്ലാത്തതും Zn plus 1ലുള്ളതുമായ ഒരു xn-നെ ഞാൻ ചൂസ് ചെയ്തു. That norm xn is 1 and dist is greater than or equal to 1/2. ഓക്കെ, ഞാൻ എന്നിട്ട് ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യണം. നമ്മുടെ സെറ്റ് ഇതാണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ്, നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുത്തു. ഹാവിംഗ് നോ കൺവേർജിങ് സീക്വൻസ് ബിക്കോസ് നോം xn മൈനസ് xm ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2. നമുക്കിവിടെ തന്നിട്ടുണ്ട് ഡിസ്റ്റ് ബിറ്റ്വീൻ xn ആൻഡ് Zn is greater than or equal to 1/2. അതുകൊണ്ട് നമുക്ക് ഒരു കൺവേർജിങ് സബ്സീക്വൻസിനെ കണ്ടെത്താൻ പറ്റില്ല, കാരണം നമ്മുടെ നോം xn മൈനസ് xm ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണ്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെറ്റ് കോമ്പാക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കോമ്പാക്റ്റ് ആണെങ്കിൽ കൺവേർജിങ് സബ്സീക്വൻസ് ഉണ്ടാവണം, അത് കൺവേർജ് ചെയ്യണം. എന്നാൽ ഇവിടെ നമുക്ക് കൺവേർജിങ് സബ്സീക്വൻസിനെ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ സെറ്റ് എന്തല്ല, നമ്മൾ അസംഷനിൽ എടുത്തിരിക്കുന്ന നമ്മുടെ സെറ്റ് കോമ്പാക്റ്റ് അല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തോന്നു, ഒരു കോൺട്രഡിക്ഷൻ വന്നു. അങ്ങനെ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താ, നമ്മളിവിടെ Zn എടുത്തു,
then നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഫിനിറ്റ് ഡയമെൻഷനിലാണ്. അപ്പോൾ Zn എടുത്തു, Zn+1 എടുക്കാൻ പറ്റി. അത് ഇൻഫിനിറ്റ് ഡയമെൻഷനിൽ ആയതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു Zn+1 കണ്ടെത്താൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ് എന്താവാൻ പറ്റത്തില്ല, ഇൻഫിനിറ്റ് ഡയമെൻഷൻ ആവാൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇഫ് പോസിബിൾ Z1, Z2, etc. be an infinite linearly independent subset of X എന്ന് പറഞ്ഞാൽ X is infinite dimensional. അപ്പോൾ ഇവിടെ നമുക്ക് കോൺട്രഡിക്ഷൻ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ X ഇൻഫിനിറ്റ് ഡയമെൻഷനിൽ ആകാൻ പറ്റില്ല. സോ X is finite dimensional. നമ്മുടെ ലാസ്റ്റ് വൺ, X ഫൈനൈറ്റ് ഡയമെൻഷനിൽ ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം every closed and bounded subset of X is compact. നോക്കാം, സപ്പോസ് X is finite dimensional. നമ്മളൊരു സബ്സെറ്റ് എടുക്കുകയാണ്, let E be a closed and bounded subset of X. നമുക്ക് പ്രൂവ് ചെയ്യണം E is compact. E compact ആണെന്ന് പ്രൂവ് ചെയ്യാൻ every sequence in E has a subsequence which converges in E എന്ന് പ്രൂവ് ചെയ്താൽ മതി. E compact ആണെന്ന് കാണിക്കാൻ every subsequence in E is converges in E എന്ന് കാണിച്ചാൽ മതി. Okay, consider a sequence xn in E. Let y1, y2, etc. yn be a basis for X. വെച്ചാൽ X ഫൈനൈറ്റ് ഡയമെൻഷനിൽ ആണ്, സോ m എലമെന്റ്സ് ബേസിസിലുണ്ടാവും. ആൻഡ് xn ഈക്വൽ ടു, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ്, xn ഈക്വൽ ടു kn1 y1 പ്ലസ് kn2 y2 പ്ലസ് എക്സെട്ര പ്ലസ് knm ym n ഈക്വൽ ടു 1 2 3 എക്സെട്ര. കഴിഞ്ഞ ദിവസം നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ ദാറ്റ് വൺ ഈസ് ക്ലോസ്ഡ് ആൻഡ് കംപ്ലീറ്റ്. അപ്പോൾ xn ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് അതിന് ഇംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ കോഎഫിഷ്യൻസ് ആയ sequence knj is also bounded. Okay, the sequence knj is bounded for each j equal to 1 2 3 up to m. അപ്പോൾ bounded ആയല്ലോ, knj's are bounded. അതിലേക്ക് നമുക്ക് Bolzano-Weierstrass theorem അപ്ലൈ ചെയ്യാം. By Bolzano-Weierstrass theorem for k, by passing to a subsequence of a subsequence several times, we find n1 less than, n2 less than, etc. such that sequence knpj converges in k as p tends to infinity for each j equal to 1 2 3 up to m. But knj is bounded, so by Bolzano-Weierstrass theorem there is a subsequence sequence knj sequence knpj converges. Okay, അപ്പോൾ നമുക്ക് subsequence knpj converge കിട്ടി. നമ്മൾ നേരെ തിരിച്ചു എഴുതി വേറൊരു തിയറം അതിനകത്ത് തന്നെ നേരത്തെ ഒരു സെക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ കോഎഫിഷ്യൻസിന്റെ അത് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സീക്വൻസ് ഈസ് ഓൾസോ കൺവേർജ്. അപ്പോൾ ഇവിടുത്തെ സബ്സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സബ്സീക്വൻസ് xn-നുണ്ടാവും, അതാണ് xnp. അപ്പോൾ xnp എന്ന് പറയുന്ന സബ്സീക്വൻസിന്റെയും കൺവേർജ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം xnp എന്ന് പറയുന്ന ആള് ഇയിലുണ്ട് ആൻഡ് E is closed. Okay, so we have X belongs to E, that is sequence xnp converges in E. അപ്പോൾ നമ്മൾ ഒരു സീക്വൻസ് എടുത്തു, അതിന്റെ സബ്സീക്വൻസ് എടുത്തു, ആ സബ്സീക്വൻസ് ഇയിൽ തന്നെ കൺവേർട്ട് ചെയ്തു. സോ E is compact. That is 3 implies 1.